ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ ശ്രുതിനെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു വണ്ടി ശരിയാക്കിയിട്ടൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഒന്നും വിടുന്നില്ല കേട്ടോ, മുഖം കയറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതാണ്. പക്ഷേ എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു കേട്ടോ. ഈ സമയത്ത് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ വളമൊക്കെ ഇടുകയാണ്. എനിക്ക് കൊടുത്തിട്ടുള്ള വള ഇങ്ങനെ ഇടുന്നത്. പക്ഷേ എനിക്ക് ശ്രുതിയുടെ കയ്യിൻ്റെ സൈസൊന്നും അറിയാത്ത കാരണം ചെറിയ വളകളാണ് വാങ്ങിച്ചത്. അങ്ങനെ കുത്തി കയറ്റി ഇടുകയാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതെ ആ വളകളൊന്നും നിനക്ക് പാകാവില്ല, എനിക്ക് നിൻ്റെ സൈസൊന്നും അറിയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്നാലും ഇത് വാങ്ങിച്ചു തരാനായിട്ട് ആൾക്ക് തോന്നിയാലോ എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും നല്ല മനസ്സാണെന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ആ വള എന്തിനാണ് ഇങ്ങനെ കടത്താൻ നോക്കുന്നത്, അത് കയറില്ല, എനിക്ക് നിന്റെ സൈസ് അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ശ്രുതി നിർബന്ധപൂർവ്വമായ ഒരു വള കയറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒടിഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. കയ്യിൽ പെട്ടെന്ന് തന്നെ ഒരു വളരെ പൊട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേഗം അശ്വിൻ വണ്ടി നിർത്തിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് കൈ പിടിച്ച് വലിക്കും കേട്ടോ. അപ്പോൾ വേണ്ടാന്നൊക്കെ ശ്രുതി പറയും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തരാനല്ലേ പറയുന്നത് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട് ഒരു ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു മരുന്നൊക്കെ എന്തൊക്കെയോ എടുത്തിട്ട് തേച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാറിൽ നിന്ന് മരുന്നൊക്കെ എടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലഡൊക്കെ തുടച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു കഷ്ണം വളപ്പൊട്ട് ഇങ്ങനെ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ അശ്വിന് വലിച്ച് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിലൊക്കെ അത് കാണിക്കുന്നത് നല്ല ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. അതിങ്ങനെ ചുണ്ട് വെച്ചിട്ടാണ് അശ്വിൻ ഇങ്ങനെ വലിച്ച് കളയുന്നതൊക്കെ. അപ്പോൾ അത് വലിച്ച് കളഞ്ഞതിന് ശേഷം മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അത് വലിച്ച് കളഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. ഇരിക്കുമ്പോൾ ശ്രുതിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് ശേഷം ശ്രുതിനെയായിട്ട് അശ്വിൻ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയിട്ട് ശ്രുതിനെ അവിടെ ഇറക്കി വിട്ടിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരാം, നീ പൊക്കോളാൻ പറയാണ്. അപ്പോൾ ശ്രുതിനെ വീട്ടിലേക്ക് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ കയ്യിലേക്ക് നോക്കൂട്ടോ. അപ്പോൾ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കെട്ട് കാണുമ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ഈ സമയത്ത് അശ്വിൻ എവിടെയും ചോദിക്കുമ്പോൾ അശ്വിൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി, ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. അത് തിരിച്ചു വരുമ്പോൾ അശ്വിൻ്റെ കയ്യിൽ ഒരു കവർ ഉണ്ടാവും കേട്ടോ. അത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട നല്ല കുറേ കുപ്പിവളകളും കൊണ്ടുണ്ട് അശ്വിൻ വരുന്നത് അശ്വിനോട്. അപ്പോൾ എനിക്ക് ചോദിക്കുന്നുണ്ട് എന്താ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് മറുപടി ഒന്നും പറയില്ല. ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു പേര് ശ്രുതിക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇങ്ങനെ അവിടെ ശ്രുതി ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഇത് ആരാണെന്ന് എനിക്ക് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല. ശ്രുതി ആ വളകളൊക്കെ തുറന്നു നോക്കുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടമാകും കേട്ടോ വളകൾ. വേഗം തന്നെ വള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലാണെന്നുണ്ടെങ്കിൽ അശ്വിൻ ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് നിന്ന് നോക്കുന്നത് ശ്രുതി കാണാൻ കേട്ടോ. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത്, ശരിയാണ്, ഈ വള അശ്വിൻ സാറ് വാങ്ങിച്ചതാണ്. കാരണം എനിക്ക് കണ്ടപ്പോൾ ചോദിച്ചുള്ളൂ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ഭാഗമൊക്കെ അങ്ങനെ ശ്രുതി ഓർക്കാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ തനിക്ക് വേണ്ടിയിട്ട് വള മേടിച്ചു എന്ന് അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് അത് ഒരു അത്ഭുതമായി തോന്നാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട് കേട്ടോ. അഞ്ജലി വരുന്ന സമയത്ത് അഞ്ജലി വന്നതൊന്നും ശ്രുതി ഇങ്ങനെ നോക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയണേ, ഇത് അശ്വിൻ സാറ് വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കില്ല. പെട്ടെന്ന് തന്നെ ശ്രുതി തല കറങ്ങി വീഴുകയാണ് കേട്ടോ ബെഡിലേക്ക്. അപ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ്, എന്ത് പറ്റിയെന്ന് ചെയ്യും. അശ്വിനും ഓടി വരുന്നുണ്ട്. അശ്വിനും കൂടി വന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇത് ശ്രുതിനെ ഇങ്ങനെ ഇത്രയും കെയർ ചെയ്യുന്ന കണ്ടിട്ട് അഞ്ജലി മുത്തശ്ശി ഇങ്ങനെ കണ്ണിൽ നോക്കുകയാണ് കേട്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. ചേച്ചി കുറച്ച് വെള്ളം എടുത്തുണ്ടാകുന്നൊക്കെ ധൃതിയിൽ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലി വേഗം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കൊടുക്കുകയാണ്. ശ്രുതി അപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ശ്രുതി ഇങ്ങനെ പിച്ചുമ്പേയും പറയുന്ന പോലെ തന്നെ ആ വളകൾ നിങ്ങൾ വാങ്ങിച്ചത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അശ്വിൻ ഇങ്ങനെ അത് വിഷയം മാറ്റാണ്. കാരണം വളകൾ വാങ്ങിച്ചുകൊണ്ട് വന്നെന്നുള്ളത് മറ്റാരും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം മാറ്റിയിട്ട് ശ്രുതി ഇപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്രുതിനെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.